നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ജോസ് കെ മാണിയുടെ വക്കാലത്തെടുത്ത് വീക്ഷണം പൂട്ടണമെന്ന് നേതാക്കൾ. കോൺഗ്രസിനെ ചീത്ത വിളിച്ച് പുറത്തുപോയ ജോസ് കെ മാണിയെ ഇനി ചുമക്കേണ്ടതില്ലെന്ന് വീക്ഷണവും. മുഖപ്രസംഗത്തിനെതിരെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രമാണ് വീക്ഷണം. 1976 AK ആന്റണി KPCC പ്രസിഡന്റായിരിക്കെ ഫണ്ട് രൂപീകരിച്ച് തുടങ്ങിയതാണ് ഈ പത്രം. പിന്നീട് പൂർണ്ണമായും അടച്ചുപൂട്ടിയ വീക്ഷണം 2005 രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായി വന്നപ്പോൾ വീണ്ടും പ്രസിദ്ധീകരണം തുടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങുന്ന ഈ പത്രത്തിൻ്റെ നടത്തിപ്പു കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കോ KPCCക്കോ കാര്യമായ താല്പര്യം കാണിക്കാറില്ല. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ സ്വന്തം നിലപാടുമായി നീങ്ങുന്നു എന്ന പരാതി നേതാക്കൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും സ്ഥിരമായി ഉള്ളതാണ്. ഇതിനു പുറമെയാണ് പാർട്ടി പത്രമായ വീക്ഷണം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാടുകൾക്ക് വിരുദ്ധമായി മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. അന്ന് UDFിൽ ഘടകകക്ഷിയായിരുന്ന മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുമുന്നണിയിൽ ചേർന്നത് കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ടും UDFിനെതിരെ പരസ്യമായി വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുമായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മുന്നണി മാറ്റം നടത്തി ഇടതുമുന്നണിയിൽ കുടിയേറിയ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളിൽ അന്ന് ശക്തമായ എതിർപ്പും പ്രതിഷേധവും കോൺഗ്രസിൻ്റെയും UDF ഘടകകക്ഷികളുടെയും നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയെയും മുന്നണിയെയും ധിക്കരിച്ച് അധികാരമോഹത്താൽ മുന്നണി വിട്ടുപോയ ജോസ് കെ മാണിയെ ഒരു കാരണവശാലും ന്യായീകരിക്കേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസ് ലീഗ് നേതാക്കൾ കൂട്ടായി എടുത്തിട്ടുള്ളതാണ്. ഇടതുമുന്നണിയിലെത്തിയ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ലഭ്യമാകുന്ന രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മാണി ഗ്രൂപ്പ് മുന്നോട്ട് വന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇടതുമുന്നണിയിലെ ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇനി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് CPIക്കും ഉള്ളത്. CPI കടുംപിടുത്തം നടത്തിയാൽ അവർക്ക് തന്നെ സീറ്റ് ലഭിക്കാനാണ് സാധ്യത. ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാനും അന്തരിച്ച KM മാണിയുടെ മകനുമായ ജോസ് കെ മാണി വട്ടപൂജ്യമായി മാറുന്ന ഗതികേടിലേക്ക് എത്തും. ഇത്തരമൊരു സ്ഥിതിയിൽ ജോസ് കെ മാണി എത്തുന്നത് കണ്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. കാരണം കോൺഗ്രസ് നേതാക്കളെ അത്ര കണ്ട് അധിക്ഷേപിച്ച ശേഷമാണ് ജോസ് കെ മാണിയും കൂട്ടരും UDF വിട്ടുപോയത്. സാഹചര്യം ഇത്തരത്തിൽ ആണെങ്കിൽ ജോസ് കെ മാണിയെയും ആ കേരള കോൺഗ്രസിനെയും സ്വാഗതം ചെയ്തുകൊണ്ടും അവരെ ന്യായീകരിച്ചുകൊണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രമായ വീക്ഷണത്തിൽ മുഖപ്രസംഗം എഴുതിയത് കോൺഗ്രസ് നേതാക്കളെ ക്ഷോഭിപ്പിച്ചിട്ടുണ്ട്. KPCC നേതൃത്വമായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുമായിട്ടോ യാതൊരു ചർച്ചയും നടത്താതെ പാർട്ടിയെയും മുന്നണിയെയും ഗൗരവമായി ബാധിക്കുന്ന വിഷയത്തിൽ പത്രം അഭിപ്രായം രേഖപ്പെടുത്തിയത് ധിക്കാരപരമായ പരിപാടിയാണെന്നും കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം തരം താഴ്ത്തുന്ന ഈ മുഖപ്രസംഗം എഴുതിവിട്ട ജീവനക്കാർക്ക് എതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും പാർട്ടി വിരുദ്ധ നിലപാടുകളുമായി പോകുന്ന പത്രം അടച്ചുപൂട്ടുന്നതാണ് പാർട്ടിക്കും പ്രവർത്തകർക്കും നല്ലത് എന്നും സീനിയറായ ചില നേതാക്കൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും KPCC പ്രസിഡന്റ് സുധാകരനെയും ധരിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. പാർട്ടി പത്രത്തിൽ പാർട്ടി ബന്ധമുള്ള ജീവനക്കാർ കാര്യമായി ഇല്ലാത്തതും പാർട്ടിയും പത്ര നടത്തിപ്പ് ചുമതലക്കാരുമായും ആശയവിനിമയം ഇല്ലാതെ വന്നതും ഗൗരവമായി കാണണമെന്ന അഭിപ്രായം കൂടി പാർട്ടിയുടെ ചില DCC പ്രസിഡന്റുമാർ KPCC പ്രസിഡന്റിനെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. നന്ദി.